ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദൃശ്യത്തിലേക്കാണ്. സ്വാതന്ത്ര്യദിനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ദേശീയ പതാക ഉയർത്തി ഭിന്നശേഷിക്കാരൻ 90% അംഗപരിമിതി നേരിടുന്ന NK അമൻ അലിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി പതാക ഉയർത്തിയത്. ഷെയ്ഖ് ഹസൻ ഖാന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ സംഘത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 3-നാണ് അമൻ അലി എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് പുറപ്പെട്ടത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതാക ഉയർത്തുന്ന ഭിന്നശേഷിക്കാരനായ ആദ്യ മലയാളി കൂടിയാണ് ഈ മിടുക്കൻ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തി നമ്മുടെ ദേശീയ പതാക ഉയർത്തിയിരിക്കുകയാണ് കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയായ NK അമൻ അലി. അമൻ അലിയെ സംബന്ധിച്ചിടത്തോളം 90% അംഗപരിമിതി നേരിടുന്ന ഒരാളാണ്. ലോക്കോമോട്ടർ ഡിസബിലിറ്റിയാണ് അമൻ അലിയെ ബാധിച്ചിരിക്കുന്നത്. ചെറുപ്പകാലം തൊട്ട് തന്നെ, അതായത് ഇരു കൈകളും ഇല്ലാതെയാണ് അമൻ അലി ജനിച്ചതും. കുട്ടിക്കാലം തൊട്ട് തന്നെ കാലുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം ഫുട്ബോൾ കളിക്കണമെന്നായിരുന്നു അമൻ അലിയുടെ ആഗ്രഹം. പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു, അതായത് ശരീരത്തിന് അത്ര പ്രഷർ കൊടുക്കുന്ന ജോലിയിലൊന്നും ഏർപ്പെടരുത് എന്നൊരു ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് അമൻ അലി ആ ഫുട്ബോൾ എന്നൊരു സ്വപ്നം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് വയനാട് വെച്ച് നടത്തിയ ഒരു ക്യാമ്പിലായിരുന്നു ഈ അമൻ അലി ഇത്തരത്തിൽ കൊടുമുടികൾ കീഴടക്കണം എന്നൊരു ആഗ്രഹത്തിലേക്ക് എത്തിയത്. 5200 തുടങ്ങി ഉയരമുള്ള വിവിധ മലനിരകളൊക്കെ കീഴടക്കി അതിന് അങ്ങനെ ഒരു ശാരീരിക പരിശീലനമൊക്കെ നേടിയാണ് അമൻ അലി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയത്. 9 അംഗ സംഘങ്ങളുമായിട്ട് ഈ ഷെയ്ഖ് ഹസൻ നയിക്കുന്ന 9 അംഗ സംഘങ്ങളുമായി ഓഗസ്റ്റ് 3-ാം തീയതി കോഴിക്കോട് നിന്നുമാണ് അമൻ അലി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയത്. ഇന്നാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. സാധാരണ ആളുകൾ എവറസ്റ്റ് കൊടുമുടി ഇങ്ങനെ കയറാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പകുതി എത്തുമ്പോൾ തന്നെയാണെങ്കിലും ഈ ചില അസുഖങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ ഡിസീസ് പോലുള്ള രോഗങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. പക്ഷേ അമൻ അലിയെ സംബന്ധിച്ചിടത്തോളം ഈ രോഗങ്ങളൊന്നും അമൻ അലിയെ വേട്ടയാടിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അഭിമാനമാണ്. അതുപോലെ തന്നെ അമൻ അലി ഒരു അത്ഭുതവുമാണ്.